ദേവാമൃതത്തിൽ ഇനി ജ്യോതിഷ പങ്ക്തി. ഇന്ന് 1192 ആണ്ട് വൃശ്ചിക മാസം 27 തീയതി, അതായത് 2016 ഡിസംബർ മാസം 12 തീയതി. ഇന്ന് തിങ്കളാഴ്ചയാണ്. നക്ഷത്രം 45 നാഴിക കാർത്തികയും ബാക്കി രോഹിണിയുമാണ്. അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള 45 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന കുടമാളൂർ ശർമാജി അദ്ദേഹമാണ്. അദ്ദേഹത്തെ വളരെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് തിരുവല്ലയിൽ നിന്നാണ്. ബഹുമാന്യനായ കുടമാളൂർ ശർമാജി സാറിന്, എൻ്റെ പേര് ലില്ലിക്കുട്ടി. ഞാൻ ദിവസവും ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. വളരെ നല്ലൊരു പരിപാടിയാണ്. താങ്ക് യു. ആദ്യമായി കുടമാളൂർ ശർമാജി സാറിനും സോണിയയ്ക്കും വളരെയധികം നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾ തിരിച്ചും അങ്ങോട്ട് സ്നേഹം അറിയിക്കുകയാണ്, സന്തോഷവും. ഞാൻ എൻ്റെ മകൻ്റെ കാര്യം എഴുതുന്നു. മൂത്ത മകൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അവൻ ഗൾഫിൽ പോകുവാൻ ശ്രമിച്ചിട്ട് ഒന്നും ഇതുവരെയും ശരിയാകുന്നില്ല. വലിയ തടസ്സങ്ങളാണ് മുന്നിൽ. അവൻ വിവാഹം കഴിച്ച് ഒരു കുഞ്ഞുമുണ്ട്. ജാതകത്തിൽ വല്ല ദോഷവുമുണ്ടോ എല്ലാം അറിയുവാൻ ആഗ്രഹിക്കുന്നു. അവനിപ്പോൾ നാട്ടിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതിനു മുൻപും ഞാൻ ലെറ്റർ അയച്ചു, മറുപടി കിട്ടിയില്ല. അതിന് സദയം ക്ഷമിക്കുക. ഈ കത്തിനെങ്കിലും മറുപടി തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. മകൻ്റെ ജനനവും ഗ്രഹനിലയും മറ്റും കൊടുത്തിട്ടുണ്ട്. ഏതായാലും കത്തിനകത്ത് അഭിനന്ദനങ്ങൾ അറിയിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എനിക്കും സോണിയ മാഡത്തിനും മാത്രം പോരാ, ഇതിൻ്റെ സംവിധായകനായ റാംജി, ക്യാമറാമാൻ, മേക്കപ്പ് മാൻ, എല്ലാവർക്കും ഒരു കുടുംബം ആണ്. പ്രേക്ഷകരുൾപ്പെടെ എല്ലാവർക്കും ആണ് ഈ നന്ദി ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എഴുതിയിട്ടുണ്ടും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഞങ്ങൾ പങ്കിട്ട് എടുക്കുന്നു. ഏതായിരുന്നാലും നന്ദി, പ്രത്യേകം നന്ദിയുണ്ട്. മകൻ്റെ മേടലഗ്നമാണ്. മേടലഗ്നക്കാർ പൊതുവേ പരിശ്രമശാലികളാണ്. അവർ കുതിരയെപ്പോലെയാണെന്നാണ്. അത് നടക്കുന്നത് പോലും ചെറിയ സ്റ്റെപ്പിൽ ടക്ക് 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 എന്നുള്ള നിലയിൽ ആയിരിക്കും, ചാടിക്കൊണ്ടായിരിക്കും. അതായത് സ്ഥിരോത്സാഹി, രാപകൽ. അവർക്ക് വിശ്രമം ഇല്ല. കഠിനാധ്വാനം എന്തും ഏറ്റെടുത്ത് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ സമൂഹത്തിൽ കാണുന്നില്ലേ, ആ പരിശ്രമങ്ങൾ മാത്രം പോരാ, അതിന് ഫലം കൂടെ ഉണ്ടെങ്കിലേ അത് അനുഭവയോഗ്യവും കൂടെ ഉണ്ടാവുന്നുള്ളൂ. ആ ലഗ്നത്തിൻ്റെ അധിപനായ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 8ാം രാശിയിൽ മറ്റൊരു പാപഗ്രഹവുമായി പ്രണയിച്ചു നിൽക്കുകയാണ്. അതായത് കേതു എന്ന സാങ്കല്പിക ശിരസറ്റ ഒരു ഗ്രഹവുമായി സമ്മേളിച്ച് 8ാം രാശിയിൽ എന്തിനും ഏതിനും ഒരു വിലങ്ങുതടിയായിട്ട്. അപ്പോൾ 2 പാപികൾ 8ാം രാശിയിൽ നിൽക്കുന്നു. ഒരു പക്ഷേ അതുകൊണ്ടുകൂടി ആവാം മുൻപയച്ച കത്തുകൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ വയ്യാതെ വന്നത്. അങ്ങനെ വരാം. കാരണം നമ്മൾ ഏത് ക്യൂ സിസ്റ്റത്തിൽ നിന്നിരുന്നാലും നമ്മുടെ സാന്നിധ്യം എത്തുമ്പോൾ ആ ക്യൂവിന് വിലങ്ങുതടിയായിട്ടൊരു ബ്ലോക്ക് വരും. അത് സർവ്വസാധാരണമായി കണ്ടുവരുന്നതാണ്. അതിനൊരു ശാസ്ത്രീയ വിശകലനം പോലും കിട്ടാതെ ഒരു സ്കാൻ മെഷീനിൽ ചെന്നാൽ ആ മെഷീനിലേക്ക് കിടക്കുമ്പോൾ ആ മെഷീൻ കേടാകുക, മനഃപൂർവ്വമായിരിക്കുകയില്ല. അഷ്ടമത്തിൽ കേതു, അഷ്ടമത്തിൽ ചൊവ്വ എന്നീ ദോഷമാണ് ഇദ്ദേഹത്തിനെ ഓട്ടോമൊബൈൽ കാര്യങ്ങളൊക്കെ എൻജിനീയറിങ്ങൊക്കെ പഠിച്ചിട്ടും അതിനനുസരിച്ച് കഴിവിനും യോഗ്യതയ്ക്കും അർഹതയ്ക്കും പരിശ്രമത്തിനും ഉത്സാഹത്തിനും അനുസരിച്ച് യഥാവിധി, യഥാകാലം, യഥായോഗ്യം ജോലി, ശമ്പളം, അതുപോലെ തന്നെ മറ്റ് ഭൗതിക നേട്ടങ്ങൾ, ആഗ്രഹ സബലീകരണം എന്നിവ നടക്കാതെ പോകും. സാധാരണ 8 കേതു ചൊവ്വ നിൽക്കുന്നവർക്ക് നടുവിന്, അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ പമ്പിങ്ങിന്, ഇത് അബ്ഡോമിനൽ ആൻഡ് തോറാസിക്, അതല്ലെങ്കിൽ ഓർത്തോ സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും രോഗങ്ങളോ അപകടങ്ങളോ ഒക്കെ വന്നിട്ട് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാതെ ഒരു റെസ്റ്റ് എടുക്കുക, കിട്ടുന്നതിനെ കൊണ്ട് സംതൃപ്തമായിട്ട് മുന്നോട്ട് ജീവിതം പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ സംഭവിക്കാം. ഇവിടെ ഭാര്യയുടെ നക്ഷത്രം തിരുവാതിര, മകൻ്റെ ഉത്രാട, അതിനകത്തൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. നവാംശകത്തിലുമില്ല. ഈ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വായ്ക്കും അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിനും ഒരു പരിധി വരെ എല്ലാ എപ്പിസോഡുകളിലും മിക്കവാറും പറഞ്ഞു പോകുന്ന പോലെയുള്ള ഭാഗ്യസുക്തം
എന്ന് പറയുന്ന കർമ്മങ്ങൾ ഗണപതി ഹോമത്തിങ്കൽ ചെറുതേനും ചെത്തിപ്പൂവും കരിമ്പും കൊണ്ട് ഭാഗ്യസുക്തൻ എന്ന മന്ത്രം പ്രയോഗിച്ചുകൊണ്ട് എൻ്റെ ഹോമവിധികൾ ചെയ്താൽ ഈ 2 പാപങ്ങളും നിൽക്കുന്നത് കൊണ്ട് കണിശമായിട്ടും ഹോമവിധികൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ലഘുവായിട്ടുള്ള രത്നധാരണ വിധികൾ കൊണ്ടോ അല്ലെ ഒരു പുഷ്പാർച്ചനകൾ കൊണ്ടോ അതിൻ്റെ കാഠിന്യം മാറുന്നതല്ല. മകൻ്റെ പേര്, നക്ഷത്രം, വീട്ടുപേര്, അമ്മയുടെ പേരും ചേർത്ത് പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതൻ മിത്രാ വരുണ പ്രാതരശ്വന പ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗം ഉഗ്രം ഹുവേമ വയം പുത്രമതിധീരോ വിധർത്ത ആത്രഛിദ്രം മന്യമാന സ്തുരഛിദ്രാജ ഛിദ്യം ഭഗം ഭക്ഷേത്യാഹ. അതിലെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. അത് ഉച്ചാരണശുദ്ധിയോടും ഗുരുപദേശത്തോടും കൂടിയേ ഇത് ചൊല്ലിപ്പഠിക്കാവുള്ളൂ. അതനുസരിച്ച് യഥാവിധി ചെയ്ത് പ്രാക്ടീസായ കർമ്മിയെ തന്നെ ഏൽപ്പിക്കുക. ജല ഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം. മകൻ്റെ പേരും നക്ഷത്രവും അമ്മയുടെയും പേര് ചേർത്ത് ഭൂമിയിലെ ജലത്തിൻ്റെ പ്രതീകമായ ജലവും ഭൂമിയുടെ പ്രതീകമായ ചന്ദനവും ആകാശത്തിൻ്റെ പ്രതീകമായ പുഷ്പവും ഓക്സിജൻ്റെ പ്രതീകമായ ധൂപവും സൂര്യപ്രകാശത്തിൻ്റെ പ്രതീകമായ ദീപവും അപ്പിൻ്റെ പ്രധാനമായ ജലവും ചേർത്ത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് സ്വസ്തിക പത്മത്തിൽ ഭാഗ്യസുക്ത ദേവതയെ സാങ്കല്പികപരമായി ചൈതന്യവത്തായി ആവാഹിച്ച് ജല ഗന്ധ പുഷ്പ ധൂപ ദീപ ജലാന്തം പൂജിച്ച് ശക്തിവത്തായി ഒരു 4000 ഒരു സംഖ്യ ഭാഗ്യസുക്തം കൊണ്ട് ചൊല്ലി ഭാഗ്യസുക്ത യന്ത്രം ധരിക്കുക. ചമ്പവിഴം എന്ന രത്നവും വൈഡൂര്യം എന്ന രത്നവും, അതായത് റെഡ് കോറലും കാറ്റ്സൈ എന്ന രത്നങ്ങളും സമ്മേളിപ്പിച്ച് ധരിക്കുന്നതും ഒരു പരിധിവരെ നല്ലതാണ്. ഇപ്രകാരം തിരിച്ചു വന്നാൽ 2017 ഏപ്രിൽ മുതൽ ആഗസ്റ്റിനുള്ളിലായി ഇദ്ദേഹത്തിന് വിദേശത്തേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിട്ട് പോകാനും നല്ല സാലറിയിൽ നല്ല ഉത്തരവാദിത്തപ്പെട്ട ജോലിയായിട്ട് കിട്ടുന്നതിനും ഭാവിയിൽ ഐശ്വര്യപ്രദമായിട്ട് വരികയും ഒക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട്. ഇപ്രകാരം ചെയ്തുകൊള്ളുക. ചാരവശാലൊക്കെ വ്യാഴമൊക്കെ അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് ഇത്. എസ്പെഷ്യലി ഇത് പ്രത്യേകത ദോഷമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഫലപ്രാപ്തി ആയിരിക്കണമെന്നില്ല. ഇപ്രകാരം ചെയ്ത് അങ്ങനെ കണിശമായിട്ട് നല്ല ജോലിയും അർഹതപ്പെട്ട ജീവിത ഉന്നമനവും കിട്ടുന്നതാണ്. ജ്യോതിഷപംക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം